കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനമാണ്. കാനായിലെ കല്യാണം. ഒരു ചെറിയ ഗ്രാമമായ കാനായിൽ ഒരു വിവാഹം നടക്കുകയായിരുന്നു. സന്തോഷവും ആഘോഷവും നിറഞ്ഞ വീട്ടിൽ ഒരു അപ്രതീക്ഷിത പ്രശ്നമുണ്ടായി. വീഞ്ഞ് തീർന്നുപോയി. വിവാഹ വിരുന്നിൽ അത് വലിയൊരു അപമാനമായി മാറുമായിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിയ മറിയം യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു ആദ്യം തന്റെ സമയം വന്നിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും മറിയം ശുശ്രൂഷകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുവിൻ. അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. യേശു അവയിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു. ശുശ്രൂഷകർ അങ്ങനെ ചെയ്തു. ആ വെള്ളം അത്ഭുതകരമായി നല്ല വീഞ്ഞായി മാറി. അങ്ങനെ യേശു തന്റെ ആദ്യത്തെ അടയാളം കാനായിൽ പ്രവർത്തിച്ചു. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വചന സന്ദേശം. ഈ സംഭവത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ അനുഗ്രഹമായി മാറ്റാൻ യേശുവിന് കഴിയും. വീഞ്ഞു തീർന്നത് ഒരു വിവാഹത്തിന്റെ അവസാനം പോലെ ആയിരുന്നു. എന്നാൽ യേശു ഇടപെട്ടപ്പോൾ അവിടെ സന്തോഷം വീണ്ടും നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിനും ചിലപ്പോൾ സന്തോഷം തീരും, സമാധാനം തീരും, പ്രതീക്ഷ തീരും, ബന്ധങ്ങളിലെ സ്നേഹം തീരും. അപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. നമ്മുടെ കുറവുകൾ യേശുവിന്റെ കൈകളിൽ സമർപ്പിക്കാം. മറിയത്തിന്റെ വാക്കുകൾ നമുക്കും വഴികാട്ടിയാകട്ടെ. അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുവിൻ. യേശുവിന്റെ വചനം അനുസരിക്കുമ്പോൾ സാധാരണ വെള്ളം പോലും അവൻ അനുഗ്രഹത്തിന്റെ വീഞ്ഞായി മാറ്റും. ജീവിത സന്ദേശം. 1. കുറവുകൾ കണ്ട് നിരാശപ്പെടരുത്. യേശുവിന് അവയെ അനുഗ്രഹമാക്കുവാനായി കഴിയും. 2. പ്രശ്നങ്ങൾ യേശുവിനോട് പറയുക. മറിയം ചെയ്തതുപോലെ നമ്മുടെ വിഷമങ്ങൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കാം. 3. വചനം അനുസരിക്കുക. അത്ഭുതത്തിലേക്കുള്ള ആദ്യപടി അനുസരണമാണ്. 4. കുടുംബത്തിൽ യേശുവിന് സ്ഥാനം നൽകുക. യേശുവുമുള്ള കുടുംബത്തിൽ പ്രതിസന്ധികൾ അനുഗ്രഹങ്ങളായി മാറും. 5. മറിയത്തിന്റെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുക. അവൾ നമ്മളെ എപ്പോഴും യേശുവിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ യേശുവേ, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ മറിയത്തിന്റെ അപേക്ഷ കേട്ട് നീ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളിലും പ്രതിസന്ധികളിലും ഇടപെടണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം കുറയുമ്പോൾ സ്നേഹം നിറയ്ക്കണമേ. സമാധാനം നഷ്ടപ്പെടുമ്പോൾ സമാധാനം നൽകണമേ. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പുതിയ പ്രതീക്ഷ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.